മുതലമട പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർക്ക് ജയം. കോൺഗ്രസ് വിമതരായ ജാസ്മിൻ ഷെയ്ഖ് പഞ്ചായത്ത് അധ്യക്ഷനായും സി വിനേഷ് ഉപാധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് യുഡിഎഫിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജാസ്മിൻ ഷെയ്ഖ് സിപിഎം പിന്തുണയോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 3-നെതിരെ 10 വോട്ടുകൾക്കാണ് വിജയം. 20-അംഗ ഭരണസമിതിയിൽ സിപിഎം പ്രതിനിധികളായ 8 പേരും കോൺഗ്രസിൽ മത്സരിച്ച് വിജയിച്ച 6 പേരും 3 ബിജെപി അംഗങ്ങളും 3 സ്വതന്ത്ര അംഗങ്ങളുമാണുള്ളത്. സിപിഎമ്മിന്റെ 8 പേരും കോൺഗ്രസ് വിമതരായ 2 പേരും ജാസ്മിൻ ഷെയ്ഖിന് വോട്ട് ചെയ്തു. കോൺഗ്രസിലെ നസീമ കമറുദ്ദീനെയാണ് ജാസ്മിൻ ഷെയ്ഖ് തോൽപ്പിച്ചത്. കോൺഗ്രസ് വിമതൻ സി വിനേഷ് 4-നെതിരെ 9 വോട്ടുകൾക്ക് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എതിരെ മത്സരിച്ച സി കൃഷ്ണമൂർത്തിയെയാണ് വിനീഷ് പരാജയപ്പെടുത്തിയത്. പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന സ്വതന്ത്ര അംഗം പി കൽപ്പനാദേവി, ഉപാധ്യക്ഷനായിരുന്ന സ്വതന്ത്ര അംഗം എം താജുദ്ദീൻ, സ്വതന്ത്ര അംഗം മണികണ്ഠൻ എന്നിവരും ഒരു കോൺഗ്രസ് അംഗവും 3 ബിജെപി അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൊല്ലങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ് വരണാധികാരിയായത്. സിപിഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ജാസ്മിൻ ഷെയ്ഖിനെ ഷാളണിയിച്ച് അഭിനന്ദനമറിയിച്ചു. എന്നാൽ കുറെ കാലമായി മുതലമട ഗ്രാമപഞ്ചായത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു അസുഖം മൂലം ഈ ഗ്രാമപഞ്ചായത്ത് നിന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ജയിച്ചു വന്ന പാർട്ടി വേറെയാണെങ്കിലും ഇവിടത്തെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ മനംമടുത്തുകൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് ഇന്നിവിടെ ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം, വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അവകാശവാദവും ഉന്നയിക്കാതെയാണ് സിപിഎമ്മിന് ഭരണത്തിൽ കയറാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ സിപിഎമ്മിന്റെ പിന്തുണയോടുകൂടി അവരെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിവരം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഇന്നലകളിൽ ഇവിടെ പക്ഷപാതപരമായി, രാഷ്ട്രീയപരമായി ജനങ്ങൾക്ക് അർഹതപ്പെട്ട വികസനങ്ങൾ, ക്ഷേമങ്ങൾ ഇല്ലാതാക്കി MLA-യുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകൾക്കുള്ള കരണ്ട് പോലും കട്ട് ചെയ്യുന്ന നാണം കെട്ട നിലപാടുകളും നടപടികളുമാണ് ഈ പഞ്ചായത്തിൽ നടന്നിരുന്നതെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമോ ഭരണമോ ആയിരിക്കില്ല നമ്മുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് താൻ ഇപ്പോഴും കോൺഗ്രസുകാരിയാണെന്ന് ജാസ്മിൻ ഷെയ്ഖ് പറഞ്ഞു. ഞങ്ങൾ പാർട്ടിയിൽ പുറത്താക്കിയാലും ഞങ്ങൾ കോൺഗ്രസ് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തിയതുകൊണ്ടാണ് ഇങ്ങനൊരു മണ്ഡലം പ്രസിഡന്റ് കഴിവുകളുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സാധിച്ചത്. പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന പി കൽപ്പനാദേവി, ഉപാധ്യക്ഷനായിരുന്ന എം താജുദ്ദീൻ എന്നിവർക്കെതിരെ സിപിഎം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസിലെ 3 അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതിനെ തുടർന്നാണ് അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്ക് തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. നേരത്തെ കോൺഗ്രസ് പിന്തുണയോടെ കൽപ്പനാദേവി, താജുദ്ദീൻ എന്നിവർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ സിപിഎമ്മിന് ഭരണം നഷ്ടമായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.